ഹലോ കൂട്ടുകാരെ, ഇന്ന് പരിലടിക്ക് കഹാനിയിലെ അടുത്ത ഭാഗമാണ് പറയാൻ പോകുന്നത്. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. മേരെ ഉംഗലിയ ഉസേബ് കെ ചാരോ മോർ മുടുകയെ. എൻ്റെ ആ വിരലുകളെല്ലാം ആ സേബിനെ, ആ ആപ്പിളിനെ ചുറ്റിപ്പിടിച്ചു. ചുപ്പുചപ്പ് മിണ്ടാതെ, കൃതജ്ഞദാസെ നന്ദിയോടെ. പരി ഫുസ്ഫുസായി. നാളെ എന്ന് ആ പരിലടിക്ക് പുറപുറത്തു. ഫുസ്ഫുസായി എന്ന് വെച്ചാൽ പുറപുറത്തു. അടുത്ത പാരഗ്രാഫ്. മേരി പരിലടിക്ക് ഫിർസെ പ്രകട് ഹുയി അഗലെ ദിൻ. അടുത്ത ദിവസവും ആ പരിലടിക്ക് വന്നു. അവർ ഉസ്കെ ബാദ് ഹർ ദിൻ. അതിനുശേഷം ഓരോ ദിവസവും ഓ ഹമേശ ദേഖത്തെ എല്ലായ്പ്പോഴും നോക്കുമായിരുന്നു. ഇന്ദസാർ കർത്തി പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു. അവർ ഫേങ് തീ ഹമേശ ഏക്ക് സബ് ഒരു ആപ്പിൾ എല്ലാ ദിവസവും എറിഞ്ഞു തരുമായിരുന്നു. അടുത്ത പാരഗ്രാഫ്. പരിലടിക്ക് അവർ മേ ഷായദ് ഹി കബി ബാത്ത് കർത്തത്തെ. പരിലടിക്കുകയും ഞാനും മിക്കവാറും കുറച്ചേ സംസാരിച്ചു കൊണ്ടിരുന്നുള്ളൂന്ന്. മേം ഉസ്കെ ബാരേമേ കുച്ച് നഹിം ജാൻതാത്ത. എനിക്ക് അവളെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. സിവായ ഇതിന് പുറമെ ഇസ്കേഹി വഹ് ഏക്ക് ദയാലുവാണ്, ബഹാദൂർ ധൈര്യശാലിയാണ്. ഗേത്തുമേ കാം കർണേ വാലി ലടുക്കിയെത്തി. അവൾ ദയാലുവും ധൈര്യശാലിയും വയലിൽ കൃഷി ചെയ്തു വരുന്ന ഒരു പെൺകുട്ടിയുമായിരുന്നു. അതുമാത്രമേ എനിക്കറിയുള്ളായിരുന്നു. ഉസ്കാ നാമ ക്യാത്ത്. അവളുടെ പേരറിയില്ലായിരുന്നു എന്താണെന്ന്. വഹ് മേരെ ലിയെ അപ്പനി ജാൻ ജോക്കി മേ ക്യോം ഡാൽ രഹീത്തെ. അവൾ എനിക്ക് വേണ്ടി എന്തിനാണ് ഈ ബുദ്ധിമുട്ടണേന്നും അറിയില്ലായിരുന്നു. അടുത്ത പാരഗ്രാഫ്. യുദ്ധ ഗസിടുത്ത ചലാ ഗയ. യുദ്ധം അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ദിൻ ബർ ദിൻ ബീത്തെ. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മഹീനെ പർ മഹീനെ ബീത്തെ. മാസങ്ങളും കഴിഞ്ഞുപോയി. മേരെ ശിവിർ ബീമാരി ഔർ ഭൂഖ് ഭരി സെ ഭർ ഗയി. എൻ്റെ ഈ തടവറ രോഗങ്ങളെ കൊണ്ടും വിശപ്പ് കൊണ്ട് നിറഞ്ഞിരുന്നു. ലേക്കിൻ മേരി പരിലടിക്കിനെ മുझे ഭോജൻ ദേക്കർ സഹാര ദിയ. എന്നാൽ എനിക്ക് എൻ്റെ ഈ മാലാഖ പെൺകുട്ടി ഭക്ഷണം തന്ന് സഹായിച്ചു. മേരി പരിലടിക്കിനെ മുझे ഉമ്മീദ് സെ ഭർ ഗയി. എനിക്ക് എൻ്റെ പരിലടിക്കോട് വളരെ ഉത്തരവാദിത്വമുണ്ടായിരുന്നു. അടുത്ത പാരഗ്രാഫ്. ആഖിർക്കാർ യുദ്ധ സമാപ്ത് ഹോ ഗയ. അവസാനം യുദ്ധം അവസാനിച്ചു. ബഹുത് സെ ലോഗ് ഉസ് ദൗരാന മർ ഗയത്. വളരെയധികം ജനങ്ങൾ മരിച്ചു പോയിരുന്നു. ലേക്കിൻ മേ ജീവിതത്തെ. എന്നാൽ ഞാൻ ജീവിച്ചു. ആസാദ് ഏകദം മുക്ത്. അങ്ങനെ സ്വതന്ത്രനായിന്ന്, ഒറ്റയ്ക്ക് സ്വതന്ത്രമായിന്ന്. അടുത്ത പാരഗ്രാഫ്. മേം ആഗിരി ബാർ ബാണ്ട് കെ പാസ് ഗയ. ഞാൻ അവസാനം ആ വേലിയുടെ അടുത്ത് പോയി. വഹാം ഇന്ദസാർ കർ രഹി തി. അവളെ പ്രതീക്ഷിച്ച് അവിടെ നിന്നിരുന്നു. തു മേരി പരിലടിക്ക് ഹോ. നീ എൻ്റെ പരിലടിക്കാണ്. മേനെ കാട്ടേദാർ താർ കെ ബീച്ച് സെ കഹ. ഞാൻ ആ മുള്ളുള്ള വേലിയുടെ അവിടെ നിന്നു. അപ്പനി പരിലടിക്ക് ആങ്കെ മേ കാംസു ദേക്ക. എൻ്റെ പരിലടിക്കയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കണ്ടുവന്ന്. അടുത്ത പാരഗ്രാഫ്. യുദ്ധ കെ ബാദ് മേ അപ്പനെ ഭായിയോ കെ സാത്ത് ഇംഗ്ലണ്ട് ചലാ ഗയ. യുദ്ധത്തിന് ശേഷം ഞാൻ എൻ്റെ സഹോദരൻ്റെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോയി. അപ്പോൾ മേ കൈദി ശിവിർ സെ മുക്ത. ഇപ്പോൾ ഞാൻ കൈദി ശിവിരിൽ നിന്ന് തടവറയിൽ നിന്ന് മോചിതനായിരുന്നു. ലേക്കിൻ അബ് മേ അപ്പനി അതീത് കാ കൈദീത്തി. എന്നാൽ ഞാൻ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ആയിരുന്നു. മേം ദിമാങ്ക് മേ ചവിയോ വർഗയെ. എൻ്റെ തലച്ചോറിൽ ഓരോ ഓർമ്മകൾ വന്നുകൊണ്ടിരുന്നു. എന്താണ് ഓർമ്മകൾ? യുദ്ധത്തെക്കുറിച്ചും ശിവിർ തടവറയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും മേര പുരാന ജീവൻ എൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു. മേരി പരിലടിക്ക് എൻ്റെ മാലാഖ പെൺകുട്ടിയെയും ഓർത്തുകൊണ്ടിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കാം. മേനെ കാം കിയ. ഞാൻ ജോലി ചെയ്തും പഠിച്ചും അധ്യയനം നടത്തിയും. മേരെ അതീതുകോ ബീച്ചെ ചോടനേക്ക് താരീഖ് കോച്ചിനേക്ക് കോശിഷ് മേം സാലോം ബീത്തെ. അങ്ങനെ കുറച്ച് വർഷങ്ങൾ അങ്ങനെ കഴിച്ചു കൂട്ടിയിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കാം. ജബ് മേ ഏക്ക് ജവാൻ ആദ്യമി ബൻ ഗയ. ഇപ്പോൾ ഞാനൊരു ജവാനായ മനുഷ്യനായി തീർന്നു. എങ്കിൽ മേം അമേരിക്ക മേ ഏക്ക് നയെ ജീവൻ ജീനെ കെ ലിയെ ചൽ ഗയ. ഞാൻ അമേരിക്കയിലെ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി പോയിന്ന്. മേ ന്യൂയോർക്ക് പഹുഞ്ചെ വഹാം സബ് കുച്ച് നയ അപരിചിത് ത.
ഞാൻ ന്യൂയോർക്കിലെത്തി. അവിടെ എല്ലാവരും പുതിയതും അപരിചിതരുമായിരുന്നു. പുരാന ജീവൻ കി യാദേ മേരെ ചാരോം ഓർ ലിപ്ട് ഹുയി ഥി. എൻ്റെ പഴയകാല ഓർമ്മകൾ എന്നെ പിടിച്ചു കെട്ടിയിരുന്നു. ഉനോനെ മുझे ഹസ്കർ ചെങ്കട് ലിയ. ഞാൻ അതിനെയൊക്കെ കുതറിയിട്ട്. मैं अक्सर सोचता था कि ഞാൻ മിക്കവാറും ചിന്തിച്ചിരുന്നു. മേനെ പായ അവർ കാ ഗോച്ച. ഞാൻ എന്താണ് അന്വേഷിച്ചു കൊണ്ടിരുന്നതെന്ന്. मैं अक्सर माम के बारे में सोचता. ഞാൻ മിക്കവാറും അമ്മയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. एक रात माम സ്വപ്ന में मेरे पास गई. ഒരു ദിവസം അമ്മ സ്വപ്നത്തിൽ വന്നു. അടുത്ത ഭാഗം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഹായ് കൂട്ടുകാർ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.